റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ 2 ആയത്തുകൾ ഒരേ സംഗതി വെച്ച് ആരംഭിക്കുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ ഭാഗം പറഞ്ഞത് ഒന്ന് ഹൃദയങ്ങളെ കുറിച്ച് പറയുന്നു, രണ്ടാമത്തെ കാര്യങ്ങൾ പറഞ്ഞത് എന്താണ്, നിങ്ങൾക്ക് എന്താ പറഞ്ഞത്, അതായത് ഒരു ഭാഗം, ആദ്യത്തെ ഭാഗം പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുർആനെ കുറിച്ച് നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ തദബ്ബുർ ചെയ്യുന്നില്ലെങ്കിൽ, തദബ്ബുർ ചിന്തിക്കുക എന്നുള്ള അർത്ഥമല്ല, തദബ്ബുർ ചെയ്തിട്ടില്ല എങ്കിൽ, അത് തദബ്ബുർ ചെയ്യുകയാണെങ്കിൽ ആ ഹൃദയങ്ങളുടെ പൂട്ടുകളൊക്കെ തുറക്കും. ഓക്കെ, അപ്പൊ ഹൃദയത്തിന്റെ പ്രശ്നമാണ്. അപ്പോ ഈ തദബ്ബുർ ആദ്യത്തെ ആയത്ത് പ്രകാരം നേർക്ക് നേരെ നമ്മളുടെ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ പോയിന്റ് മനസ്സിലാവുന്നല്ലോ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല 2 ഭാഗം പറയുന്നുണ്ട്, ഹൃദയത്തിനെ കുറിച്ചും പറയുന്നുണ്ട്, പിന്നെ വലൗകാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീ ഇഖ്തിലാഫിൻ കസീറ എന്ന് പറയുമ്പോൾ വൈരുദ്ധ്യങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും എന്നാണ്. ഈ വൈരുദ്ധ്യം എന്ന് പറഞ്ഞ സംഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? എപ്പോഴാണ് ഒരു മനുഷ്യനക്ക് വൈരുദ്ധ്യം, എന്തുകൊണ്ട് ചിന്തിച്ചാലാണ് വൈരുദ്ധ്യങ്ങൾ മനസ്സിലാവുക? എന്തുകൊണ്ടാണ്? അതായത് ഡിഫറൻസുകൾ, അതാണ് വൈരുദ്ധ്യം. ഡിഫറൻസുകൾ, അതായത് പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാം. അത് എപ്പോഴും ഒരാൾക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ ഒരു സംഗതിയിലെ ഡിഫറൻസുകൾ അല്ലെങ്കിൽ ചേരായ്മകൾ, ദാറ്റ് ഡസൻ ഗോ ടുഗെദർ എന്നൊക്കെ ഒരാൾ മനസ്സിലാക്കണമെങ്കിൽ അത് ഏത് തരത്തിലുള്ള ചിന്തയായിരിക്കണം, അല്ലെങ്കിൽ ഏത് അവയവമാണ്, അല്ലെങ്കിൽ ഏത് ഓർഗനാ ഇൻവോൾവ്ഡ് അങ്ങനത്തെ വിഷയത്തില്? ബ്രെയിന്. യെസ്. മറ്റതെന്താണ്? ഹൃദയത്തിന് പൂട്ട് തുറക്കൽ എപ്പോഴാണ്, അല്ലെങ്കിൽ ഹൃദയത്തിന് പൂട്ട് എപ്പോഴാണ്, വീഴലെപ്പോഴാണ്? ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ ഹൃദയങ്ങൾക്ക് പൂട്ടുകൾ വീഴും. അല്ലെങ്കിൽ നിങ്ങളെ ഹൃദയത്തിൽ തന്നെ പൂട്ട് വീണത് കൊണ്ടാണോ നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത് എന്നുള്ള ചോദിക്കുക. നിങ്ങൾക്ക് നേരെ പറഞ്ഞ അല്ല ചോദിക്കുകയാണ്, നിങ്ങളെ ഹൃദയത്തിന് എന്താക്കുക പൂട്ട് ചിക്കുക എല്ലാവരും? നിങ്ങൾ ഖുർആൻ ചിന്തിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഖുർആൻ നിങ്ങൾ ഓതുമ്പോൾ, വായിക്കുമ്പോൾ, ഇതിന് മനസ്സിലാക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു വരണം? എന്താ അത് അങ്ങനെ വരുന്നത്? നിങ്ങൾ ഹൃദയമൊക്കെ നിങ്ങൾ പൂട്ട് വെച്ചുകൊണ്ടാണോ? അപ്പോ ഹൃദയത്തിന്റെ കാര്യം ഒരു ഭാഗത്ത് പറയുന്നത്, രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കാരണം നിങ്ങൾ ഈ ചിന്ത ബുദ്ധി കൊണ്ട് ചിന്തയാണ്, ഹൃദയം കൊണ്ടല്ല. കാരണം ഒരു സംഗതിയിലെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ, അപ്പൊ നമ്മൾ സാധാരണ കളിക്കാറില്ലേ സ്പോട്ട് ദ ഡിഫറൻസ്, രണ്ട് ഒരേ ചിത്രങ്ങൾ വെച്ച് തന്നുകൊണ്ട് അതിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടെത്താൻ പറയും അല്ലെ. 5-6 വ്യത്യാസം ഉണ്ടാവും, നമ്മൾ കാണണം. അങ്ങനെ പറയുമ്പോൾ അത് നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുക, ബുദ്ധി കൊണ്ട് ചിന്തിക്കുക? ബുദ്ധി കൊണ്ടാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞ 2 വർത്താനുണ്ട്. ഒന്ന്, ഖുർആനെ കുറിച്ച് നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കണം, ഖുർആനെ കുറിച്ച് നിങ്ങൾ ബുദ്ധി കൊണ്ടും ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ ഖുർആനെ നിങ്ങൾ ആ 2 രൂപത്തിൽ ചിന്തിക്കണം. ഓക്കെ, ഇനി അള്ളാഹ് പറയാണ് വലൗകാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞു എന്ത്, ഹൃദയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ എന്താ ഉണ്ടാവുക? വിശ്വാസം ഉണ്ടാവുക ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന എന്ന് പറയുന്നത്. ഇവിടെയാണ് തഖ്വ. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഒരു അവസ്ഥയാണ് ഒരു മനുഷ്യന്റെ. തഖ്വ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു അവസ്ഥയാണ്. ഓക്കെ, ഇപ്പൊ ഈ മുത്തഖി എന്നൊക്കെ അങ്ങോട്ട് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊക്കെ അങ്ങോട്ട് ബന്ധിപ്പിച്ചോളൂ നിങ്ങൾ കേട്ടോ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ ഹൃദയത്തിലാണ് ഒരു മനുഷ്യനക്കുള്ള വിശ്വാസം ഉണ്ടാവുക. അത് ഹൃദയ ബന്ധപ്പെട്ട. അപ്പൊ ഖുർആനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ അള്ളാഹു ഉള്ള വിശ്വാസം നിങ്ങൾക്ക് കൂടുതൽ ദൃഢമായിട്ട് വരും. അള്ളാഹുമായുള്ള ബന്ധം നിങ്ങൾക്ക് കൂടുതലായിട്ട് വരും. ഒരു ഭാഗം അത്. രണ്ടാമത്തെ ഭാഗം അള്ളാഹു അല്ലാതെ മറ്റാരെന്നെങ്കിലും വന്നതായിരുന്നു എങ്കിൽ അവർ അതിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. അതായത് ഖുർആന് അള്ളാഹു എന്നുള്ളതിന് തെളിവാണ് എന്ത്, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, പക്ഷെ അതൊന്നും പരസ്പര വിരുദ്ധമല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വേറെ കോലത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, നിങ്ങൾ ഖുർആനെ കുറിച്ചിട്ട് തദബ്ബുർ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഖുർആന് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉള്ളത് പോലെ തോന്നും. അപ്പൊ ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ ഇല്ല എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാവണമെങ്കിൽ ചിന്തിക്കണം. ചിന്തിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബോധ്യമാവുള്ളൂ എന്ത് ഇതിൽ കോൺട്രഡിക്ഷൻസ് ഇല്ല എന്നുള്ളത്. ഓക്കെ,
അപ്പൊ മാത്രമാണ് ഇത് അള്ളാഹുൽ നിന്ന് മാത്രം ഉള്ള എന്നുള്ളത് നിങ്ങൾക്ക് എന്താ യക്കീൻ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഞാനൊരു വേറെ ക്വാളിറ്റി പറയാം. നിങ്ങളെല്ലാവരും ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കെലിമത്താന്ന് വിശ്വസിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മളിത് കേട്ട് വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ വിശ്വാസം. ശരിയല്ലേ? അല്ലെ? നമ്മളാരും ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 ചിത്രം തന്നിട്ട് ഈ 2 ചിത്രം ഞാൻ സെയിം, 2 ചിത്രം തുല്യമാണ്, ഒരു വ്യത്യാസമില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ച് വെക്കണമെങ്കിൽ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഈ 2 ചിത്രം നോക്കിയിട്ട് ബോധ്യപ്പെടണം. അല്ല എന്നുണ്ടെങ്കിൽ തുടക്കം മുതലേ ഇത് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് നിങ്ങളെ പറഞ്ഞ് 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 നിങ്ങളുടെ മനസ്സിലേക്ക് അത് കെടുക്കണം. അപ്പൊ നിങ്ങൾ അവിടെ എന്താവും, ആ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ വരും. അപ്പൊ ഖുർആനിൽ യാതൊരു വൈരുദ്ധ്യമില്ല, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നുള്ളത് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നിങ്ങൾ സ്വയം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണോ, അതോ ചെറുപ്പം മുതലേ പറഞ്ഞു കേട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? ഏതടിസ്ഥാനത്തിലാ? രണ്ടാമത്തത്. നമ്മളത് കേട്ട് കറക്റ്റ് അല്ലേ? അപ്പോ നിങ്ങൾ കേട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഖുർആനിലൊരു വൈരുദ്ധ്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതിനെ കടിച്ചു കയറി വിശകലനം ചെയ്ത് ഒരു വൈരുദ്ധ്യമില്ല എന്ന് നിങ്ങൾ സമ്മതിച്ച് പറയും. ഒരു തെളിവ് പോലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. അതാ രസം. ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളോട്, അല്ലെങ്കിൽ വെറുതെ ഒരു വാദി പ്രതിവാദത്തിന് ഞാൻ ഇപ്പം നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് എന്ത് തെളിവുള്ളത് ഖുർആനിൽ വൈരുദ്ധ്യമില്ല എന്നുള്ള ഒരു തെളിവ് പറയണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു തെളിവ് തരാണ്ടാവില്ല. അത് എന്താ കാരണം അറിയോ? ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ട് വന്ന പ്രശ്നം. അപ്പോൾ ഈ 2 സംഗതികൾ വെച്ച് നോക്കുമ്പോൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കൽ വാജിബാണോ അതോ നേരം പോക്കാണോ? എന്താ? നിർബന്ധ കാര്യമാണ്. ഖുർആൻ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടൊക്കെ ചിന്തിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. അല്ലാതെ ഇന്ന് വേറെ ഒരു പണില്ല, എന്നാ ക്ലാസ്സിൽ കയറി വെക്കുക എന്ന നിലക്ക് ചെയ്യേണ്ട ഒരു സാധനമല്ല. നമ്മൾ പല ആളുകളും ഖുർആൻ ക്ലാസ്സിന് പോകണം അങ്ങനെയാണ്. ഇപ്പൊ പല സ്ഥലത്തും പല ഖുർആൻ ക്ലാസ്സുകളുണ്ട്. പല ആളുകളും വ്യത്യസ്ത രൂപത്തിൽ ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ട്. ഖുർആൻ സ്റ്റഡി സെന്റർ ആയിട്ടും ആഴ്ച ഒരു ദിവസം ഖുർആൻ ആയിട്ടും എന്താണ് മറ്റേ പല പേരിലും പല പ്രസ്ഥാനങ്ങളും ഇവിടെ ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ട്. നമ്മളെ കയ്യിൽ പോവുക എങ്ങനെ? കൈ വീശി കൊണ്ടാ പോവുക അല്ലേ? പല വയൽ കേൾക്കാൻ പോണ പോലെ. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കേട്ടിട്ട് പോരും. അതും എങ്ങനെ? ഇന്ന് വേറൊരു പണിയില്ല, കുട്ടിക്കിന്ന് കുട്ടിനെ പഠിപ്പിക്കാനില്ല, ചോറുണ്ടാക്കാനില്ല, കല്യാണത്തിന് പോകാനില്ല, നിക്കാഹിന് പോകാനില്ല, കുഴിക്കലില്ല, മരണമില്ല, ജനനമില്ല എന്നൊക്കെ ആയിട്ട് അന്ന് ഫ്രീ ആണ്. അന്നാ ഒന്ന് ക്ലാസ്സിന് കയറാം. ഇതാണ് നമ്മുടെ മനോഭാവം. ഈ മനോഭാവത്തിലാണ് നമ്മൾ ഖുർആനെ മനസ്സിലാക്കണമെങ്കിൽ പ്രശ്ന. ലോകാടിസ്ഥാനത്തില് ഒരു ഹർഫ് പോലും മനസ്സിലാവാതെ വളരെ ആത്മീയമായി കൊണ്ട് ഓതിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഇത് വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൗമുണ്ടെങ്കിൽ നമ്മളാ. ഈ ഖുർആനാണ്. ഒരിക്കൽ പോലും ഇത് എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്നോട് ഈ പറഞ്ഞ് എന്നുള്ള ഒരു കൗതുകം തോന്നുകയോ അത് വായിച്ചു നോക്കുക, അതിനർത്ഥം വായിച്ചു നോക്കാൻ നമുക്ക് തോന്നാറില്ല. വല്ലാത്തൊരു പ്രശ്നമാണത്. ഇപ്പൊ നമുക്ക് കൗതുകം തോന്നുന്ന ഒരുപാട് സംഗതി. ഉദാഹരണം പറഞ്ഞാൽ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കഥ, മൂസ അലൈഹി ഇസ്ലാമിന്റെ കഥ, അതുപോലെ മറ്റേ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കഥ, അങ്ങനെ ഒരുപാട് ഈസ അലൈഹി ഇസ്ലാമിന്റെ കഥ, പല യുദ്ധങ്ങള്, ചരിത്രമായി ബന്ധപ്പെട്ട സംഗതികൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു എന്തെന്ന് പറയാ, ഒരു ജിജ്ഞാസ, എന്തെന്ന് പറയാ, അങ്ങനെ ഒരു സംഘമാണല്ലോ. കാരണം ഞാൻ മലയാളത്തിൽ പിന്നാക്കണ്ടാവുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു അന്ന് തരക്കിടല്ലോ, എന്താ ഉണ്ടായത് ബദറില്, അല്ലെങ്കിൽ ഊഹദിൽ എന്താ ഉണ്ടായത്, അതിനെ അറിയാനുള്ള ഒരു ആകാംക്ഷ. അല്ലെങ്കിൽ മൂസ അലി ഇസ്ലാമിന്റെ വടി പാമ്പാവണ ഒരു കാര്യമുണ്ടല്ലോ, അത് എങ്ങനെയാണ് സംഭവം, അതിനെ കുറിച്ച് എന്താ അള്ളാഹ് പറയുന്നത്, ഇത് എങ്ങനെ ഇത് ഉണ്ടായത്, അല്ലെങ്കിൽ മറ്റേ പർവ്വതത്തിനോട് ചെന്നപ്പോ തുവാ താഴ്വരത്തി എത്തിയിട്ട് അവിടെ എന്താണ് മൂസ അലൈഹി ഇസ്ലാമും അള്ളാഹുമായി എന്താണ് സംഭാഷണം, എന്താ അതൊന്നും അറിയണല്ലോ. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനെ മിഅ്റാജിലേക്ക് കൊണ്ടുപോയ സമയത്ത് അള്ളാഹുമായി നേർക്കുനേർന്ന് സംസാരിച്ച രംഗങ്ങൾ, എന്താണ് അള്ളാഹ് പറഞ്ഞ വർത്താനം, ഇത്രയും അങ്ങനെ കൊണ്ടുപോയിട്ട് സ്വാഭാവികമായിട്ടും കാര്യപ്പെട്ട സംഗതി ആവുമല്ലോ. വേണ്ട, ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞ മലക്ക്, അത് എന്താ കോലം,
ഇങ്ങനൊക്കെ അറിയാന് അല്ലെങ്കിൽ ഒരുപാട് മലക്കുകളുണ്ട്. മലക്കൽ മൗത്ത് എങ്ങനെയാണ് ഒരു ആത്മാവിനെ പിടികൂടുക, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, ഇത് ഖുറാൻ പറഞ്ഞ വർത്താനല്ലോ. അല്ലെങ്കിൽ പരലോകം, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരുമ്പോൾ നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഓടുമ്പോൾ എന്താണ് ആ അവസ്ഥ, ആ അവസ്ഥയെ കുറിച്ച് ഖുർആൻ എങ്ങനെ വിവരിക്കണത്, നമ്മൾ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? വാപ്പാക്ക് ഉമ്മാനെ അറിയില്ല, ഉമ്മാക്ക് വാപ്പാനെ അറിയില്ല, പ്രസവിച്ച കുട്ടിനെ അറിയില്ല, ഭാര്യക്ക് ഭർത്താവിനെ അറിയില്ല, ഭർത്താവിന് ഭാര്യനെ അറിയില്ല, മക്കളറിയില്ല. അങ്ങനെ എല്ലാവരും ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞ് ഓടുന്ന ആ രംഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് ആ സംഗതി? ഇതൊക്കെ അറിയാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഒരു ആഗ്രഹം നമ്മളിൽ ജനിപ്പിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു കഷ്ടല്ലേ? ഒന്ന് ആലോചിക്കുക നിങ്ങൾ. ഖുർആൻ എന്തൊക്കെ നമ്മൾ പറയണത്, പക്ഷെ നമുക്ക് ആർക്കും എന്താണ് സാധാരണ നമ്മളിപ്പോൾ ഒരു സീരിയൽ കണ്ടാൽ അല്ലെങ്കിൽ ഒരു പടം കണ്ടാൽ അങ്ങനെയല്ലോ, വാതിൽ മുട്ടി വലിയ ഘോരമായ സംഗീതമൊക്കെ വെച്ചും കൊണ്ട് വാതിൽ മുട്ടി ആ തുറക്കാൻ നേരത്ത് കാണാം അടുത്ത എപ്പിസോഡ് നാളെ. അത് ആരാ മുട്ടിന്ന് അറിയാൻ വേണ്ടി നമ്മൾ പിറ്റേ ദിവസം എന്ത് ചെയ്യും? പോയിരുന്ന് കാണും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ആഗ്രഹം പോലും ഖുർആനോട് നമ്മൾ കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതാ അല്ല ചോദിക്കുന്നത്, എന്താണ് നിങ്ങളെ ഹൃദയമൊക്കെ എന്താ പൂട്ടിരിക്കണോ, എന്താണ് നിങ്ങളെ കഥ? അത് കുറച്ചും കൂടി നമ്മളൊരു നാടകീയപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അല്ല ചോദിക്കുക, എന്താ ഇപ്പം നിങ്ങളൊക്കെ അവസ്ഥ, എത്താപ്പോ പാടുകളൊക്കെ, നിങ്ങളെ ഹൃദയത്തിൽ എന്താ പൂട്ട് വിളിക്കണം, നിങ്ങൾ ചിന്തിക്കാത്ത എന്താ, നിങ്ങൾക്ക് എന്താ ബുദ്ധി ഒന്നുമില്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളെ, നിങ്ങൾ എന്ന് നമ്മൾ പറയില്ലേ ഒരു കൊളോക്കിയൽ ഭാഷയിൽ, ആ രൂപത്തിൽ വേണമെങ്കിൽ ആലോചിച്ചോളി. അല്ല പറയാം, എന്താ നിങ്ങളൊക്കെ കോലം. അപ്പൊ ഇത് അള്ളാഹു എന്നല്ല മറ്റാരെന്നെങ്കിലും ആര് ഖുർആൻ ആയിരുന്നെങ്കിൽ ഇതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണും. നമുക്ക് ഇപ്പൊ തന്നെ വൈരുദ്ധ്യം കാണില്ല. കാരണം എന്താ, നമ്മൾ നേരത്തെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഖുർആൻ അള്ളാഹിന്റെ വചനാണ്, ഇത് 100% ശരിയാണ്, ഇതിലൊന്നുമില്ല. പക്ഷെ ഒരിക്കൽ പോലും എന്താണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് തോന്നിട്ടില്ല. എന്നിട്ട് അള്ള പറയാണ്, നിങ്ങൾ ഖുർആനെ കുറിച്ചിട്ട് ബുദ്ധിപരമായി ചിന്തിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ കണ്ടാൽ തോന്നും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉള്ളതുപോലെ തോന്നിപ്പോകുന്നു. പക്ഷെ നമുക്ക് തോന്നുന്നില്ല, കാരണം ചെറുപ്പം മുതലേ അങ്ങനെ നമ്മൾ സ്റ്റീരിയോടൈപ്പിൽ പഠിപ്പിക്കപ്പെട്ടുണ്ട്. ഇനി രണ്ട് സംഗതികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇത് അള്ളാഹുവിന് മാത്രമാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം എന്താ? ഇപ്പൊ ഖുർആനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് വല്ലാത്ത സംഗതിയാട്ടാ, ഇത് അള്ളാഹ്ക്കല്ലാതെ വേറെ ഒരു ശക്തിക്കും ഇത് ഇങ്ങനെ പറയാൻ പറ്റൂല. എന്തൊക്കെ പറഞ്ഞത്, അവിടെ ഒരു വൈരുദ്ധ്യങ്ങളും ഇല്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിടക്കുകയാണ്. ആ പെർഫെക്ഷനൊക്കെ എന്താണെന്ന് ഇൻഷാല്ലാ നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ കാണൂട്ടോ. അതൊക്കെയാണ് തദബ്ബുറിന്റെ സംഗതികൾ, എങ്ങനെയാണ് ആ ഖുർആൻ പെർഫെക്റ്റ് ആയി കിടക്കുന്നത്, അതിലൊക്കെ വരും നമ്മൾ. ഇതിങ്ങനെയാണല്ലോ എന്ന് തോന്നുമ്പോൾ നമ്മൾക്ക് തന്നെ ഉണ്ടാകുന്ന, അതായത് ബുദ്ധി കൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുക എന്താ, ഹൃദയം കൊണ്ട് അള്ളാഹുമായി അടുക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം, നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിനെ മനസ്സിലാക്കുമ്പോൾ ഇത് അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ, യഖീൻ വരുമ്പോൾ, അത് എന്നിലുണ്ടാക്കുന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ ഹൃദയമായിട്ട് ഞാൻ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഹൃദയം കൊണ്ട് അള്ളാഹുലേക്ക് എടുക്കുക. അപ്പോ നിങ്ങളുടെ ഈമാൻ എന്ന് പറഞ്ഞത് അള്ളാഹുമായിട്ടുള്ള ഈമാന്റെ വിഷയത്തിൽ ഹൃദയത്തിലും പങ്കുണ്ട്. ആ ഹൃദയം ആ ഒരു സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ അത് ബുദ്ധി മുഖാന്തരമായിരിക്കും അത് എത്തുക. അങ്ങനല്ലേ നമുക്ക് സംഗതി ബോധ്യപ്പെടുക. സംഗതി ബോധ്യപ്പെടുമ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട്ട് പിന്നെ ഹൃദയം കൊണ്ട് ഉറപ്പിക്കല് ചെയ്യുക, അല്ലേ നമ്മൾ സാധനം സംഭവിക്കുന്നത്, അല്ലേ? അപ്പോ തദബ്ബുറുൽ ഖുർആൻ കൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഒന്ന് ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നു, ഹൃദയത്തിന്റെ പൂട്ടുകൾ തുറക്കപ്പെടുന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുണ്ടാകുന്ന നിങ്ങളുടെ ബുദ്ധിപരമായിട്ട് ഉണ്ടാവുന്ന വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാകുന്നു. അപ്പോ ചില വിഷയങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു റീകൺസിലിയേഷൻ സാധിക്കുന്നില്ല എങ്കിൽ, അത് ഒത്ത് അങ്ങോട്ട് പോകുന്നില്ല എങ്കിൽ, അത് ബുദ്ധിയുടെ പ്രശ്നമാണോ ഹൃദയത്തിന്റെ പ്രശ്നമാണോ? എന്താ? ബുദ്ധിയുടെ പ്രശ്നമാണത്. അപ്പോ ഖുർആനെ കുറിച്ച് ചിന്തിക്കുമ്പോ രണ്ട് സംഭവം ഉണ്ടാവണത്, നിങ്ങളുടെ ഈമാനികപരമായിട്ടുള്ള യഖീന് ഉറപ്പിക്കപ്പെടുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ളതും ഉറപ്പിക്കപ്പെടുന്നു. വിശ്വാസവും ആത്മീയതയും രണ്ടും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. ഖുർആനെ കുറിച്ച് ബുദ്ധിപരമായി ചിന്തിക്കുകയും ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞതും രണ്ടും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. അപ്പോ ഖുർആന്റെ ബെനിഫിറ്റ് എന്തിനാണ്? ഹൃദയത്തിലും ബെനിഫിറ്റ് ആണ്, നിങ്ങളുടെ
ബുദ്ധിക്കും ബെനിഫിറ്റ് ആണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മൂന്നാമത്തെ സൂറത്ത് ഏതാ? മൂന്നാം സൂറത്ത് ഏതാ? മൂന്നാം സൂറത്ത് ഏതാ? ഏതാ ഇമ്രാൻ, മൂന്നാമത്തെ സൂറത്ത് ഏതാ? ആലിമ്രാൻ. ആ, ആലിമ്രാൻ. അതിലെ 191 ആയത്ത്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. എന്താണ് അവിടെ? അവർ നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടുമൊക്കെ അള്ളാഹുവിനെ കുറിച്ച് അവരെന്ത് ചെയ്യുന്നു? യദ്കുറൂന, അവരെ ഓർത്തുകൊണ്ടിരിക്കും, ദിക്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ടോ ആകാശഭൂമിയുടെ നിർമ്മാണത്തിൽ ചിന്തിക്കുകയും ചെയ്യും. അപ്പോ ഹൃദയം കൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ട് അവര് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും കൊണ്ട് അവർ ചിന്തിക്കുകയും ചെയ്യും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് സംഗതി മനസ്സിലാവും, എന്താണ്? ഞങ്ങളും റബ്ബന, ഇതൊക്കെയും നീ മിഥ്യയായും വ്യർത്ഥയായും സൃഷ്ടിച്ചതല്ല തന്നെ, നിന്റെ വിശുദ്ധി എന്താണ് മറ്റവകൾക്കെല്ലാം അതീതമാകുന്നു, നീ ഞങ്ങളെ നരകശിയിൽ നിന്നും രക്ഷിക്കണമേ. അപ്പൊ അവരെന്താ മനസ്സിലാക്കുക? പടച്ചോനെ നീ ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല എന്നും ഇതിന്റെ പിന്നിലൊക്കെ മഹത്തായ ചില യുക്തികൾ ഉണ്ട് എന്നും ഞാൻ കഴിഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞെങ്കിൽ ഓർമ്മ ഉണ്ടാവും. ഒരു മനുഷ്യനിക്ക് ഇവിടെ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോവാൻ, അല്ലെങ്കിൽ അവനക്ക് ഒരു എന്താണ് ഒരു പരീക്ഷണം എന്ന നിലക്കാണ് അള്ളാഹു സൃഷ്ടിച്ചെങ്കിൽ, നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമെങ്കിൽ ഈ പറയുന്ന വാനലോകങ്ങളും 7 ലോകങ്ങളും ഈ പറയുന്ന ജൂപ്പിറ്ററും സാറ്റേണും യുറാനസും നെപ്റ്റ്യൂണും പ്ലൂട്ടോ ഒന്നും വേണ്ട നമുക്ക്. ഭൂമിയിൽ മനുഷ്യനും ജീവിക്കാനുള്ള കുറച്ച് പുല്ലും വെള്ളം വെളിച്ചമൊക്കെ ഉണ്ടായാൽ തന്നെ ഈ സംഗതി നടക്കും. പക്ഷെ അതൊന്നല്ല, അള്ളാഹു ഭയങ്കര സജ്ജീകരണങ്ങൾ ചെയ്ത് എന്തിനും ആർക്ക് വേണ്ടിട്ടാ? നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളത് ഓർത്ത് ചിന്തിക്കും. അപ്പോഴാണ് നമ്മൾ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതല്ല എന്ന് നമുക്ക് ആ നിലക്കാണ് എത്തുക. കേട്ടാ? അപ്പോ അവര് നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ഒക്കെ അള്ളാഹുവിനെ ഓർക്കും. അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഓർക്കുക? ബുദ്ധി കൊണ്ടാ ഓർക്കുക? ഹൃദയം കൊണ്ടാ ഓർക്കുക? എന്തുകൊണ്ടാ ഓർക്കുക? മനസ്സുകൊണ്ട് ആലോചിക്കും, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ഓർക്കും. എന്നിട്ടോ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഓർക്കും. അതെന്തുകൊണ്ട് ഓർക്കുക? ഹൃദയം കൊണ്ട് ഓർക്കുക? ബുദ്ധി കൊണ്ട് ഓർക്കുക? ബുദ്ധി കൊണ്ട് ഓർക്കുക, അല്ലേ? അപ്പോ ഹൃദയം കൊണ്ടും ബുദ്ധി കൊണ്ടും രണ്ടും വളരെ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി ആദ്യത്തെ ആയത്തേക്ക് നമുക്ക് വരാം. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അം അലാ ഖുലൂബിൻ അഖ്ഫാൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞ അർത്ഥം ശരിയാണ്. എന്ത്? നിങ്ങളെ ഹൃദയത്തിന് എന്താ പൂട്ട് വീണിക്കാണെന്നുള്ളത്. പക്ഷെ ഇവിടെ അഖ്ഫാലുഹാ എന്നുണ്ട്. അതിനകത്ത് എന്നാ? അറബി പഠിച്ചവരൊക്കെ ഒന്ന് പറഞ്ഞേ. ഇന്നകാട്ടിയും കൂടുതൽ പഠിച്ചവരൊക്കെ ഇവിടെ ഉണ്ട് അറബി. അഖ്ഫാലുഹാ എന്ന് പറഞ്ഞാൽ എന്താ ഭാഷാപരമായിട്ട്? ഹൃദയത്തിന് പൂട്ട് വീണിട്ടുണ്ട്. ഏതിന്റെ പൂട്ടാണ്? ആരെ പൂട്ടാ? അഖ്ഫാലുഹ. ആ ഹാ എങ്ങോട്ടേക്കാ മടങ്ങണത്? എന്തിലേക്കാ സൂചിപ്പിക്കണത്? നോ. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ആ ഹാ എങ്ങോട്ടേക്കാ? ഖുലൂബിനാണോ? അയ്വ, കൽബിനാണ്. അപ്പോ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ എന്ന് പറഞ്ഞാൽ കൽബുകൾക്ക് കൽബിന്റെ പൂട്ട് വീണിക്കുകയാണോ എന്ന് ചോദിക്കണേ. അപ്പൊ പൂട്ടാരുതാ? ഹാ. എങ്ങോട്ടേക്കാ? കൽബിലേക്കാണ്. അപ്പോ പുറത്തുനിന്ന് ആരും പൂട്ടിയതല്ല, കൽബ് തന്നെ കൽബിന്റെ മുകളിൽ പൂട്ടിട്ടതാണ്. അതാണ് അഖ്ഫാലുഹ. മനസ്സിലാവും? ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവണ്ട? ഫെമിനിൻ അല്ലേ? അതിൻ്റെതായ പൂട്ടുന്നതാണ്. ഇറ്റ്സ് ലോക്ക്. അറബിയിൽ ഹാ യൂസ് ചെയ്യുക ഫെമിനിൻ ജെൻഡറിനല്ലേ? അപ്പൊ ഇവിടെ കുലൂബ് കൽബ് ഫെമിനിൻ ആണോ? കൽബ് മറ്റെന്താണ്? തൽക്കാലം കൽബ് ഫെമിനോ മാസ്കാർ നിൽക്കട്ടെ. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാല് ഈ ഹാ എങ്ങോട്ടേക്കാന്നുള്ളതാണ്. അതായത് ഇറ്റ്സ് ലോക്ക് എന്നുള്ളതാണ്. ഇറ്റ്സ് ലോക്ക്. ഫെമിനിക്കിനെ കണക്ട് ചെയ്യാം. ഫെമിനിക്കിനെ കണക്ട് ചെയ്യല്ലേ ചെയ്യാ ശരിക്കും പറഞ്ഞ ഓക്കെ, പോലെ. നിങ്ങൾ എങ്ങോട്ട് കണക്ട് ചെയ്താലും എന്റെ ചോദ്യത്രേ ഉള്ളൂ. നമ്മളെ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറഞ്ഞാല് ഈ ഹാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ അതിൻ്റെതായ
അല്ലെ? മിൻഹ എന്ന് പറഞ്ഞാൽ എന്താ? അവളിൽ നിന്ന്. മിൻഹു എന്ന് പറഞ്ഞാല് അവളിൽ നിന്ന്. അപ്പൊ അഖ്ഫാലുഹ എന്ന് പറഞ്ഞൊക്കെ ഫെമിനിൻ തന്നെയാണ്, അല്ലാന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ അഖ്ഫാലുഹു എന്ന് പറഞ്ഞു വേണ്ടേ? അപ്പൊ ഈ ഹാ കൊണ്ട് ഉദ്ദേശം എന്താ? ഹാ കൊണ്ട് ഉദ്ദേശം ഇവിടെ ഹൃദയമാണോ പെണ്ണോ എന്നല്ല. ഹായുടെ അർത്ഥം എന്താ? അതിന്റെ പൂട്ട്. ഏതിന്റെ പൂട്ട്? ഹൃദയത്തിന്റെ പൂട്ട്. അപ്പോ നിങ്ങളുടെ ഹൃദയത്തിന്റെ പൂട്ട് ആരിട്ടതാണ്? ഹൃദയം ഇട്ടതാണോ നിങ്ങൾ ഇട്ടാണോ? The lock is from the inside. മനസ്സിലാകുന്നുണ്ടാ? ഹൃദയത്തിന് പൂട്ട് വീണിക്കുന്നത് ഉള്ളിൽ നിന്നാണ്, ഫ്രം ദ ഇൻസൈഡ്. അതെങ്ങനെയുണ്ടോ? അത് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണോ? അല്ല. സി, മറ്റേ ഇനിയിപ്പോ ഇംഗ്ലീഷിൽ പറയാം. The ayah is telling us that the lock that's on the heart is placed by the heart and not by the person. Ayah does not say that there's locks on them. The lock is from the heart. The heart has locked itself. മനസ്സിലാകുന്നുണ്ടാ? ഹൃദയം തന്നെയാണ് ഹൃദയത്തിന് പൂട്ടുള്ളത്. അതെന്താ കാരണം? When does the heart get locked up? ഹൃദയത്തിന് എപ്പോഴാ പൂട്ട് വീഴുക? എപ്പോഴാ? ഹൃദയം കൊണ്ട് ചിന്തിക്കാണ്ട് വിശാലമായിട്ട് ചിന്തിക്കാത്തപ്പോ, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തപ്പോ അപ്പോഴാണ് പൂട്ട് വീഴുക. ഹൃദയത്തിന് പൂട്ട് വീഴുക എന്ന് പറയുന്നത് അർത്ഥം അതായത് ഹാർട്ട് ഇസ് അൺഏബിൾ ടു തിങ്ക്. അതാണ് ഹൃദയത്തിന് പൂട്ട് വീഴുക എന്ന് പറഞ്ഞാല്. ഹാർട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നത്? കാരണം the state of the heart has changed. When does your heart get locked up? നിങ്ങളുടെ ഹൃദയം എപ്പോഴാ അടഞ്ഞു കിടക്കുക? ഇപ്പൊ നമ്മൾ പറയില്ലേ, നീ എന്ത് മനുഷ്യനാണോ? നീ കല്ലാണോ? ഓന്റെ ഹൃദയം എന്താ കല്ലാണോ എന്ന് പറയാൻ അർത്ഥം? നിങ്ങളുടെ ഹൃദയം എന്താ കല്ലാണെന്ന് പറയുമ്പോ ഹൃദയത്തിനെ കുറിച്ചായിരിക്കും. ഒരു ഫീലിങ്സും ഒരു ഫീലിങ്സും ഇല്ല. അതായത് നമ്മൾ പറഞ്ഞ കാര്യമൊന്നും അങ്ങനെ കേറുന്നില്ല. അത് എപ്പോഴാ കയറാത്തത്? ഇപ്പൊ നമ്മള് പറഞ്ഞ വർത്താനുണ്ട്, വെട്ടാൻ വരുന്ന പോത്തിന് ചെവിയിൽ വേദമായിട്ട് കാര്യമില്ല പറയും, അല്ലേ? അതെന്താണത്? അല്ലെങ്കിൽ ഒരാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് അയാളോട് എന്ത് കൊണ്ടും കാര്യമില്ല. അയാൾ ശാന്തമായി കഴിഞ്ഞിട്ടേ പോയിട്ട് സംസാരിച്ച കാര്യമുള്ളൂ. കൗൺസിലിങ്ങളൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? ഞാൻ വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എത്ര തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം യുക്തിനെങ്കിലും ഞാൻ അംഗീകരിക്കുമോ? ഞാൻ അംഗീകരിക്കൂല. കാരണം എന്താ? എന്റെ ഹൃദയത്തേക്ക് ഒന്നും കയറില്ല. കാരണം എന്താ? അവിടെ പൂട്ട് വീണുണ്ട്. ഈ പൂട്ട് തുറക്കണമെങ്കിൽ എന്ത് വേണം? എന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറണം. അതായത് മൈ ഹാർട്ട് ഈസ് ഗെറ്റിംഗ് അഗ്രിഗേറ്റഡ്. ബേജാറും ബഹത്തും കൂടി കഴിഞ്ഞാൽ ഹാർട്ടിന്റെ സ്വഭാവം മാറും. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ നമ്മൾ കയറിട്ടാ. ഈ ഇതുവരെ എന്നോട് ആരും ചോദിച്ചില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം, ഈ ചിന്തിക്ക എന്ന് പറയുന്നത് ബുദ്ധി ചിന്തിക്കുന്ന പോലെ ഹൃദയത്തിൽ ചിന്തിക്കാൻ പറ്റുന്നവരെ ആരോട് ചോദിച്ചില്ല. ആ ചോദ്യം വന്നിട്ടില്ല. മറ്റുള്ള എല്ലാ ക്ലാസ്സുകളിലും ആ ചോദ്യം ഉണ്ടായിരുന്നു, ഹൗ ഇസ് ദ ഹാർട്ട് ഏബിൾ ടു തിങ്ക് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ആർക്കും ഓടാഞ്ഞത്? ഹൃദയത്തിൽ ഞാനത് എഴുതിയപ്പോ ചിന്തിച്ചു. ഹാർട്ട് ഇസ് അൺഏബിൾ ടു തിങ്ക് എന്ന് എഴുതിയപ്പോ ഞാൻ ചിന്തിച്ചു. എന്താ ചോദിക്കാഞ്ഞെന്തേ? ഹൃദയത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? ബുദ്ധി ചിന്തിക്കുന്ന പോലെ ഹൃദയത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? അതൊരു പുതിയ വിഷയമാണ്. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, നമ്മളിപ്പോ തൽക്കാലത്ത് തീരുമാനിക്കാം എന്താ. അപ്പൊ അതപ്പോ കൽബ് ഫുആദ് എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് ഏകദേശം അപ്പൊ നിങ്ങൾക്ക് ഇത് അപ്പൊ കണക്ട് ആക്കുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും. ഹൃദയത്തിന് അജിറ്റേഷൻ സംഭവിക്കാം. അതായത് ഇറ്റ് ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ്. എപ്പൊക്കെ എന്താണ്? അതായത് ഹൃദയത്തിന്റെ അകത്ത് പലതരത്തിലുള്ള ഇമോഷൻസ് വരും. എനിക്ക് കോപം വരാം, സങ്കടം വരാം, സന്തോഷം വരാം, അങ്ങനെ പലതും വരാം. ഒരു നോർമൽ അവസ്ഥയിൽ നിന്ന് ഇത് ഓവർ ആവുമ്പോൾ, അതിൻ്റെ ആ പരിധി വിട്ടുകൊണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുക? മൈ ഹാർട്ട് ഗെറ്റ്സ് ലോക്ക്ഡ് അപ്പ്. ഞാൻ ഭയങ്കര സന്തോഷത്തിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു സീരിയസ് മാറ്റർ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തമാശ എടുക്കുള്ളൂ, അല്ലേ? ആ സമയത്ത് ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് തമാശ പറഞ്ഞാലും അത് കാര്യമായിട്ട്, അല്ലേ? എന്താ അമ്മ എന്താ കാരണം? മൈ ഹാർട്ട് ഈസ് നോട്ട് ഇൻ ദി നോർമൽ സ്റ്റേറ്റ്. അപ്പോ ഹൃദയങ്ങള് അതിൻ്റെ
മറ്റേ അപ്പം നമ്മളെ തന്നെ നശിപ്പിക്കാനുള്ള ടെൻഡൻസി നമ്മൾ തന്നെ ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോളിൽ വെക്കാൻ സാധിക്കണം. നമ്മളുടെ ഇമോഷൻസിനെ അൺകൺട്രോൾഡ് ആയി പോയി കഴിഞ്ഞാൽ ഹൃദയങ്ങൾ പൂട്ടുവീഴും. അപ്പോൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ എന്ത് മൈൻഡ് സെറ്റ് വേണം? ആ നോർമൽ മൈൻഡ് സെറ്റ് വന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഹൃദയത്തിന് ആ അവസ്ഥ മാറിയിട്ട് വേറെ ലെവലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ പഠിച്ചാൽ വന്നാൽ ഒരു രക്ഷയും കിട്ടില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് പലപ്പോഴും ഖുർആൻ ക്ലാസ്സുകളൊക്കെ സംശയം ചോദിച്ചുകൊണ്ട് അത് കാട് വിട്ട് കയറും. പിന്നെ ആര് പറഞ്ഞാലും ആർക്കും ഒരു പിടുത്തുണ്ടാവില്ല. പിന്നെ അവിടെ ഉണ്ടാവണ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പറഞ്ഞ എന്താണോ ശരി അത് വാദിക്കാൻ നോക്കലുണ്ടാവുക. അങ്ങനെ ഒരുപാട് അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ തത്വ ക്ലാസ്സിൽ തന്നെ. ഞങ്ങൾക്ക് തുടക്കത്തിൽ ഞാൻ ഓറിയന്റേഷന് പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ടാ, നമ്മൾ മുന്നേ പഠിച്ചതൊക്കെ ശരി തന്നെയാണ്, അതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പഠനം. പക്ഷെ ചില ആളുകൾക്ക് മനസ്സിലാവില്ല, ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്, ഒരുപാട് പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഉള്ളൂ, ഈ പറഞ്ഞ ശരിയല്ല എന്ന് വാദിക്കാൻ വന്നാൽ എവിടെ എത്തൂല. അപ്പോൾ നമ്മളെന്താ പറയല്, നിങ്ങളാ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, അതുമുണ്ട്, ഇതിനെ വേറെ രൂപത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കി, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ദേഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്തി ഇമോഷനാണ്. ദേഷ്യം വേണം നമുക്ക്, പക്ഷേ അമിതമായി കഴിഞ്ഞാൽ ലോക്കാവും. ഭയം വേണം, അത് ഒരു നല്ല ഇമോഷനാണ്, പക്ഷെ ഭയം കൂടിക്കഴിഞ്ഞാലോ ലോക്കാവും. സ്നേഹം വേണം, പക്ഷെ സ്നേഹം അമിതമായി കഴിഞ്ഞാലോ ലോക്കാവും. സങ്കടം വേണം, സങ്കടപ്പെടണം, അതൊക്കെ ഹെൽത്തി ഇമോഷൻസാ, പക്ഷെ സങ്കടം അമിതമായാലോ ലോക്കാവും. പറഞ്ഞു മനസ്സിലാവണ്ട? ഓക്കെ. ഇതിപ്പോ ഇതുവരെ പറഞ്ഞ വല്ല സംശയം ഉണ്ടാ? അതായത് ഒരു ബാലൻസിൽ കൊണ്ടുപോകണം അല്ലേ? യെസ്, ബാലൻസ്. അതായത് നമുക്ക് അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഒരു സഹാബി വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ താങ്കൾ എന്നെ ഒന്ന് ഉപദേശിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, എന്ത്? കോപിക്കരുത്. അപ്പൊ ഓക്കെ, ഒന്നും ഉപദേശിക്കുക ചോദിച്ചു. വീണ്ടും പ്രവാചകൻ പറഞ്ഞു കോപിക്കരുത് പറഞ്ഞു. ഓക്കെ, ഒന്നുകൂടി ഉപദേശിക്കുക ചോദിച്ചു. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞ് കോപിക്കരുത്, ദേഷ്യപ്പെടരുത് പറഞ്ഞു. നമുക്ക് ദേഷ്യപ്പെട്ട നമ്മൾ ഫസ്റ്റ് ചെയ്യണം എന്താ? നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇരിക്കുകയാണെങ്കിൽ കെടുക്കുക. ഇന്നോട്ട് പറ്റില്ലെങ്കിൽ പോയി ഒതുർത്ത് വരിക. ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളത് എന്തിനാണത്? ഈ ഒതുവും ദേഷ്യം തമ്മിൽ എന്താ ബന്ധം? നമ്മൾ മാറ്റാന് ഒതെടുക്കുമ്പോ നമുക്ക് വിസ്മയൊക്കെ ചെല്ലാണ്ട് നല്ലപോലൊക്കെ ചെയ്യണം. അപ്പൊ നമ്മുടെ കോൺസെൻട്രേഷൻ മാറും. ശരീരത്തൊക്കെ വെള്ളം വീഴുമ്പോൾ നമുക്ക് കുറച്ച് തണുക്കും. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് തണുക്കും, ശാന്തനാവാൻ വേണ്ടി. അപ്പൊ ദേഷ്യം എന്നതൊരു പ്രശ്നമാണ്. ആ ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. മനസ്സിലായില്ലേ? മൂസ അലൈഹി ഇസ്ലാമിന് ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു. എത്തോളം പറഞ്ഞാല് സീനാ താഴത്തിൽ പോയി വരുന്ന സമയത്ത് ഇവര് പശുവിനെ ആരാധന കണ്ടപ്പോ ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെ താടിക്ക് കയറി ഇങ്ങനെ പിടിച്ച് മൂസ അലൈഹി ഇസ്ലാം ദേഷ്യപ്പെട്ടിട്ട്, നീ എന്തവിടെ കാട്ടിന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഹാറൂൻ അലൈഹി ഇസ്ലാം പറഞ്ഞ വർത്താനുണ്ട് വളരെ മനോഹരമായിട്ട്, എന്റെ ഉമ്മാടെ മോനെ എന്താ പറയാ, എന്റെ ഉമ്മാടെ എന്റെ മാതാവിന്റെ മകനെ നീ എന്നെ വിളിയെന്നാ പറഞ്ഞത്. ഓക്കെ. അപ്പോ മറ്റേ നമ്മളുടെ ഹൃദയത്തിൽ വരുന്ന പല ഫീലിങ്സുകൾക്കും അതിൻ്റെ അതിരുവരമ്പ് നമുക്ക് അറിയണം. ഒരാളോട് നമുക്ക് ദേഷ്യപ്പെടാം, പക്ഷെ അതിനൊരു അതിരുവരമ്പുണ്ട്, അത് കടക്കരുത്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെടാം, പക്ഷെ ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോഴും ഒരു വരമ്പുണ്ട്. ആ വരമ്പ് ക്രോസ് ചെയ്ത് കൊണ്ട് നിങ്ങളോട് ദേഷ്യപ്പെടാൻ പാടില്ല. എനിക്ക് എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടാം, പക്ഷെ ഒരു വരണ്ട്, ആ വര ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തമാശ പറയാം, പക്ഷെ തമാശ അതിര് വിടരുത്. കേട്ടില്ല നിങ്ങള്? എപ്പോഴാണ് ഒരു ജോക്കാവുക? അത് പറയുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ ആസ്വദിക്കുമ്പോ. പക്ഷെ പറഞ്ഞവൻ മാത്രം ചിരിക്കുക, കേൾക്കുന്നവർക്ക് ചിരി വരുന്നില്ലെങ്കിൽ ഇറ്റ്സ് എ ബാഡ് ജോക്ക്. മനസ്സിലായില്ലേ? സ്നേഹം, അയൽപക്കത്തോട് സ്നേഹം വേണം, വാപ്പാടമാട് സ്നേഹം വേണം, അമ്മമാട് സ്നേഹം വേണം, അയൽപക്കത്തെ മക്കളോടൊക്കെ സ്നേഹം വേണം. പക്ഷെ ആ സ്നേഹത്തിന്റെ പരിധി വിടരുത്. അയൽപക്കത്തിലെ ആൾക്കാരെ പോയിട്ട് അവിടുത്തെ ഭർത്താവ് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ നിൽക്കരുത്, അത് പ്രശ്നല്ലേ? അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ അതിവരുമ്പുണ്ട്, അത് അവിടെ വെച്ച് നമ്മൾ നിർത്തണം. അപ്പൊ ദാറ്റ് വാട്ട്സ് മേക്സ് യുവർ ഹാർട്ട് ഇൻ ചെക്ക്.
അത് അതിന്റെ സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ അത് ഫുആദായിട്ട് മാറും. ഇൻഷാ അല്ലാ എന്താണ് ഹൃദയം ഫുആദൊക്കെ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഇനി പറയാം കേട്ടാ. അപ്പോ ഖുർആന്റെ മുമ്പിൽ നമ്മൾ സമീപിക്കുമ്പോ ഒന്ന് നമ്മളുടെ മനസ്സ് കറക്റ്റ് ആവണം, നമ്മളുടെ ഹൃദയം കറക്റ്റ് ആവണം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തിയ ഖുർആൻ സമീപനത്തെ നമ്മൾ തുടങ്ങി വന്നത് ഖുർആനോ പഠിക്കാനുള്ള സമീപനത്തെ കുറിച്ചാണ്. നമ്മളുടെ അപ്രോച്ച് ഖുർആനോട് ഒന്ന് നമ്മളുടെ എന്താവണം, ചിന്ത കറക്റ്റ് ആവണം. ഞാൻ ഖുർആനിലേക്ക് വന്നിട്ടുള്ളത് ഖുർആൻ പഠിക്കാനാണ്, അല്ലാതെ ഖുർആനെ വിലയിരുത്താനല്ല. ആ ഖുർആന് എന്നെയാണ് വിലയിരുത്തുക. ഓക്കെ, പ്രീ കൺസീവ്ഡ് നോഷൻ വെച്ചുകൊണ്ട് ആവരുത് ഖുർആനെ സമീപിക്കേണ്ടത്. നേരത്തെ തന്നെ മുൻകൂട്ടി വിധി വെച്ചുകൊണ്ട് ആവരുത് ഖുർആനെ സമീപിക്കേണ്ടത്. പഠിതാവായി കൊണ്ട് വേണം ഖുർആനിൽ എത്താൻ. അതുകൊണ്ടാണ് ആ പഠിതാവിന്റെ മനോഭാവം ആണ് ഫസ്റ്റ് ഖുർആൻ അഡ്രസ് ചെയ്തിട്ടുള്ളത്. അലിഫ് ലാം മീം. എന്താ? യു ഡോണ്ട് നോ, നിനക്ക് അറിഞ്ഞുകൂടാ, നിനക്ക് അറിയില്ലെങ്കിലും നീ പഠിക്കാൻ തയ്യാറാവണം. ഇത് അറിഞ്ഞാൽ മാത്രം ഞാൻ പഠിക്കൂ എന്നുള്ള ബുദ്ധി വെച്ചുകൊണ്ട് വരണ്ട. ഖുർആനെ ആരെന്ത് ചെയ്യണ്ട, നമ്മൾ ഖുർആനെ വിലയിരുത്താൻ പോണ്ട, ഖുർആൻ നമ്മളെ വിലയിരുത്തുക. ഒന്ന്. രണ്ടാമത്തെ പറഞ്ഞാൽ എൻ്റെ മനസ്സ് ഓപ്പൺ ആയിരിക്കണം, ശാന്തായിരിക്കണം, പറയണത് ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥയിലായിരിക്കണം ഞാൻ. ആ മാനസികാവസ്ഥയിലായിരിക്കണം ഞാൻ എന്ത് വേണ്ടത്, ഞാൻ പോകേണ്ടത്. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഹീലിംഗ് മാത്രമല്ല, ഒരു ഇമോഷണൽ ഹീലിംഗ് കൂടിയാണ്. നമ്മളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് വെക്കും. ഓക്കെ, അത് മാത്രം മറ്റേ നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള ഇമോഷൻസുകളും നമ്മൾ ഹൃദയപരമായിട്ടുള്ള ഇമോഷൻസിനെയും ബാലൻസ് വെക്കും. എന്ത്? ഖുർആനെ കുറിച്ച് നമ്മൾ കോൺടെംപ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ ചില ആളുകളുടെ ഒരു ഹൃദയത്തിന്റെ പൂട്ട് എന്ന് പറയുമ്പോൾ മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവരോട് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവരുടെ നിലപാട് മാറ്റാൻ തയ്യാറാവൂല. അതാണ് അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറയുന്നത്. എന്താണ്? അംലം തുന്ദിർഹും, എന്താണ്? സവാഉൻ അലൈഹിം അൻദർതഹും അംലം തുന്ദിർഹും ലാ യുഅ്മിനൂൻ. പറഞ്ഞു കൊടുത്താലും ശരി, പറഞ്ഞു കൊടുത്താലും ശരി, അവരവരുടെ മനോഭാവം മാറ്റാൻ പോകുന്നില്ല. എന്താ കാരണം? എന്താണ്? ഹൃദയത്തിന് ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ അല്ലെ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. അല്ലാഹു ഇത് വെച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ എന്താണ്? ഹൃദയത്തിന്റെ പ്രശ്നമാണത് കേട്ടാ. അപ്പൊ ദുആയിലൂടെ മാറ്റിക്കൂടെ നമുക്കത്? എങ്ങനെ? ദുആ ചെയ്തിട്ട് അങ്ങനെ ഖുറാനിൽ പറയുന്നുണ്ടെങ്കിൽ ഒരാളുടെ ഹൃദയം അങ്ങനെ ആയെങ്കിൽ നമുക്ക് ദുആ ചെയ്ത് മാറ്റിക്കൂടെ? അപ്പൊ എനിക്കാണ് അങ്ങനെ. ദുആ മാത്രം കൊണ്ട് കാര്യമില്ല, അയാളും കൂടി വിചാരിക്കണം. ഇപ്പൊ ഞാനൊരു മുനാഫിക്കാന്ന് വെച്ചോളി, വേണ്ട ഞാനൊരു നിരീക്ഷാതി വെച്ചോളി, നിങ്ങൾ ഇനി മക്കത്ത് പോയിട്ട് ബാധിച്ചും കാര്യം ഞാൻ വിചാരിക്കാതെ ഞാൻ തന്നെ മാറില്ല. അതുകൊണ്ട് പ്രാർത്ഥനയും പ്രവൃത്തി എന്ന് പറയുന്നുണ്ടാവും അല്ലെ? ആ, പ്രവൃത്തി വേണം. ഞാൻ ഒരു കാലത്തും എന്താണ് മറ്റേ എന്റെ മനസ്സും എന്റെ ഹൃദയവും നേരത്തെ തന്നെ ഇതിനോടുള്ള സമീപനം വേറെ ആണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും. നിങ്ങൾ ഇപ്പോ ഇന്നിപ്പോ ക്രൈസ്തവ ലോകത്ത് ഖുർആനും ബൈബിളും എന്ന വിഷയത്തിൽ അഹമ്മദ് ഇദാത്ത് തുടങ്ങിയിട്ട് സാക്കിർ നായക്ക് തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ രണ്ടും തുറന്നു കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ആൾക്കാർ ദീനുൽ ഇസ്ലാമിക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താ? അവരുടെ മുമ്പേ തുറന്നു കാണിച്ചപ്പോൾ അവർ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു, അവർ മാറി. എന്നാൽ ഇതൊക്കെ വ്യക്തമായിട്ടും മാറാൻ തയ്യാറല്ലാത്ത ആൾക്കാരില്ലേ, അവർ മാറാൻ പോണില്ല, ഒരു കാരണവശാലും മാറൂല. അത് അവരുടെ വിചാരിച്ചിക്കണം, ആണ് സംഭവം കേട്ടാ. ഇനി ഈമാന് എന്ന് പറയുന്ന വിശ്വാസം. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാല് വിശ്വാസം അല്ലെ? വിശ്വാസം പ്ലസ് പ്രവൃത്തി. ആ, അമലും ഇല്ലുമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഈ ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിലുള്ള വിശ്വാസം. ഒന്നാമത്തെ എന്താ ഈമാൻ കാര്യത്തില്? അള്ളാഹുവിലുള്ള വിശ്വാസം. ഞാനിപ്പോ ഇനി പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാല് ഈ ട്രാൻസ്ലേഷനിലുള്ള
ലിമിറ്റേഷൻസിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും പല തഫ്സീറുകളൊക്കെ മറിച്ചു നോക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ തഫ്സീറൊക്കെ മറിച്ചു നോക്കുമ്പോൾ ഞാൻ തുടക്കത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തഫ്സീറിനെ അവലംബിക്കേണ്ടത് നിങ്ങൾക്ക് പഠന സഹായകമാകും എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അതാണ് അന്തിമവാക്യം എന്ന രൂപത്തിൽ നിങ്ങൾ തഫ്സീറിനെ കാണരുത്, ഒരു തഫ്സീറും കാണരുത്. അതൊക്കെ ആരാണോ എഴുതിയത് അവരുടെ അഭിപ്രായങ്ങളാണ്, ടു ദ ബെസ്റ്റ് ഓഫ് ദർ നോളജ്. അവർ ചെയ്തിട്ടുള്ള പണിയിലെ ഏറ്റവും ബെസ്റ്റ് രൂപത്തിൽ അവർ മനസ്സിലാക്കിയത് നമുക്ക് പറഞ്ഞു തരാണ്. പക്ഷെ അതാണ് അന്തിമവാക്യം എന്ന രൂപത്തിൽ നമ്മൾ അതിന് എന്ത് ചെയ്യുക, അവലംബിക്കരുത്. കാരണം ട്രാൻസ്ലേഷനിൽ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്, കുറെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ട്രാൻസ്ലേഷനിൽ. അതിലൊന്നാണ് ഞാൻ മനസ്സിലാക്കിയ സംഗതിയാണ് ഈമാൻ എന്ന് പറഞ്ഞപ്പോൾ. ഓക്കെ, ലുക്ക് അറ്റ് ദിസ്. അതായത് ഈമാനിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവാം, പക്ഷെ വിശ്വാസത്തിൽ ഈമാൻ ഉണ്ടാവില്ല. ഉണ്ടാവോ? മനസ്സിലായില്ല. വിശ്വാസത്തില് നിങ്ങൾക്ക് വിശ്വാസത്തില് എന്താണ് ഈമാനിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈമാൻ എന്ന് പറയുന്ന പദത്തില് വിശ്വാസം എന്ന അർത്ഥമുണ്ട്. പക്ഷേ വിശ്വാസം എന്ന് പറഞ്ഞ പദത്തിൽ ഈമാനില്ല. മനസ്സിലായില്ല? ഈമാൻ എന്നാണ് വിശാലായിട്ടുള്ള അർത്ഥമുള്ള ഒരു പദമാണ്. അതന്നെ ഈമാൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു വിശ്വാസമല്ല, അതിനപ്പുറം പോകുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഭാഷ പരിമിതി കൊണ്ട് നമുക്ക് ഈമാനെ വിശ്വാസത്തിനെ പറയാൻ പറ്റുള്ളൂ. ലുക്ക് അറ്റ് ദിസ്. ഈ മറ്റേ വിശ്വസിക്കുക, ഓക്കെ, വിശ്വാസം എന്ത് ഉദാഹരണം ഇപ്പൊ നിങ്ങൾക്ക് തരിക, അത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയ ഒരു ടെർമിനോളജിയാണ്. അതുകൊണ്ടാ ഈമാൻ കാര്യങ്ങളല്ലേ നമുക്ക്, അല്ലെ? വിശ്വാസ കാര്യങ്ങൾ പറയാം നമ്മൾ, ഈമാൻ കാര്യം അല്ലെ, ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം അല്ലെ. ഈമാൻ കാര്യത്തിലെ ഒന്നാമത്തെ സാധനം എന്താ? പഠിച്ചവനുള്ള വിശ്വാസം അല്ലെ. എല്ലാവരുള്ള വിശ്വാസം. അപ്പോ ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ സംഗതി എന്താ? ഷഹാദത്ത് ഷഹാദത്ത് പറഞ്ഞാല് അല്ലാഹു ഒരുവനാണെന്നും ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക. ഓക്കെ, ആ സാക്ഷ്യപ്പെടുത്തുന്നതും ഓക്കെ. നമുക്ക് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാന് ഒരു മാല മോഷ്ടിച്ചു എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ കട്ടത് നിങ്ങൾ കണ്ടു. ഇപ്പൊ നിങ്ങൾ കോടതി വന്നിട്ട് സാക്ഷ്യം പറയാണ്, സമീർ കട്ടത് ഞാൻ കണ്ടു. അത് നിങ്ങള് എന്താണ് സാക്ഷിയാവുകയാണ്, നിങ്ങൾ വിശ്വാസം, ഉറപ്പ്. അല്ലാഹുവോട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോ ഞാൻ അല്ലാഹനെ കണ്ടെന്നാണ്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ അവിടെ നിൽക്കുവോ? ഇല്ല. എന്താ ഉണ്ടാവും പിന്നെ? ആ വിശ്വാസം നമ്മളെ കൊണ്ട് ചില കർമ്മങ്ങൾ ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ കർമ്മത്തില്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തില് ഞാനൊരു വിശ്വാസി ആണ് എന്ന് അത് റിഫ്ലക്ട് ചെയ്യണം, വേണ്ടേ? അപ്പൊ ഷഹാദത്ത് എന്ന് പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, ഞാൻ പ്രവാചകനിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ, ആ വിശ്വാസവും ഞാൻ ഇന്നൊരാള് ഒരു പണം മോഷ്ടിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ വിശ്വാസവും രണ്ടും കൂടി തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടും ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഞാൻ പറയാൻ വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഈമാൻ, ലുക്ക് അറ്റ് ദിസ്. ഇനി വേറെ ക്വാളിറ്റി പറയാം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും എന്തുകൊണ്ട് യുഅ്മിൻ? ഒരു ദൃഢമായിട്ട് യഖീൻ. അപ്പോ വിശ്വാസത്തിൽ തന്നെ ഈ ഒരു ദൃഢമായ വിശ്വാസം വന്നപ്പോ അല്ലെ. അതെന്താണ് ആ യഖീൻ എന്ന് പറയുമ്പോ സംഭവം എന്താ? വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെന്റ്? ഈ യഖീനും മറ്റേ എന്താണ് യുഅ്മിനും വ്യത്യാസം എന്താ? നമുക്ക് മനസ്സുകൊണ്ട് ബോധ്യപ്പെടണം, ഏത് നിലക്കാലോചിച്ചാലും മനസ്സുകൊണ്ട് ബോധ്യപ്പെടണം. അപ്പൊ യുഅ്മിനോ
ഇറ്റ്സ് എ തിൻ ലൈൻ ആക്ച്വലി. ഞാൻ പറഞ്ഞ പോയിന്റിങ് മനസ്സിലാവുന്നുണ്ടാ? കിട്ടുന്നുണ്ടാ? Somewhat. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ പ്രവർത്തനങ്ങള് എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമെന്ന് തോന്നിക്കുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ പറയാണ് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാൻ വിശ്വസിക്കുന്നു, എന്നിട്ടോ ഞാൻ വാഴ്ത്താന്നുണേ പറയുള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ കച്ചവടത്തിൽ ആളുകൾക്ക് മോശമായ സാധനങ്ങൾ ഞാൻ വില കൂട്ടി വെക്കും, അല്ലെങ്കിൽ നല്ല സാധനത്തിന്റെ കൂടെ മോശമായ സാധനങ്ങൾ ചേർത്ത് വെക്കും. ആ ആക്ഷൻസ് ഒക്കെ എന്നിട്ടോ വാങ്ങിക്കൊടുത്ത കുഴപ്പം ഞാൻ പള്ളിയിൽ പോവുകയും ചെയ്യും, എന്നിട്ട് നിസ്കരിച്ച് വരികയും ചെയ്യും. വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? മുകളിൽ നല്ല സാധനം, അടിയിൽ മോശമായ സാധനം, രണ്ടും തൂക്കി വെക്കും. ഞാൻ ഹോട്ടൽ നടത്തുകയാണെങ്കിൽ ചിക്കൻ മറ്റെന്താണ് ഷവർമ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്നത്തെ ബാക്കി ചിക്കനും വെക്കും, ഇന്നത്തെ പുതിയതും വെക്കും, എന്നിട്ട് ഞാൻ വെക്കും. അങ്ങനൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാ? വിശ്വാസം അള്ളാഹു ഏകനാണ് എന്നും അള്ളാഹു ആണ് പരമാധികാരി എന്നൊക്കെ എനിക്കറിയാം, അതെന്റെ വിശ്വാസം. ആ ഒരു വിശ്വാസം എന്റെ പ്രവർത്തനത്തിൽ കാണുന്നില്ല. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? അപ്പൊ നമ്മൾ ഷഹാദത്ത് പറയുമ്പോ എന്താ സംഭവിക്കുന്നത്? അതിന് നമ്മളെ ഈമാനെ നമ്മളെ പ്രവർത്തനം കൊണ്ട് കാണിച്ചു കൊടുക്കണം, ഓക്കെ, സാക്ഷ്യപ്പെടുത്തണം. okay, now look at this now. Look at this. عن أبي هريرة قال رسول الله صلى الله عليه وسلم الإيمان بضع وسبعون شعبة أفضلها لا إله إلا الله وأوضعها إماطة الأذى عن الطريق شعبة من الإيمان. ഈമാനെ കുറിച്ച് പറഞ്ഞ ഹദീസ് ഇതില് റസൂലുള്ള പറയാണ് ഈമാൻ ഒരുപാട് ശാഖകളുണ്ട് അല്ലെ. അതിൽ ഏറ്റവും അഫ്സലായിട്ടുള്ള ഏതാണെയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും താഴെയുള്ള സംഗതി എന്ന് പറയുന്നത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കൂട്ടിച്ചേർത്ത് പ്രവാചകൻ പറഞ്ഞു ഹയാ, നാണം എന്ന് പറഞ്ഞാല് ഈമാനിന്റെ ഒരു ഭാഗാട്ടാണ്. അതെ, അതെ. ഈമാനിന് ഇപ്പോ 3 കാര്യങ്ങളാണ് വന്നത്. ലുക്ക് അറ്റ് ദാറ്റ്. ഇപ്പൊ നമ്മൾ ഈമാന് കൊണ്ടിട്ട് നിങ്ങൾ വിശ്വാസത്തോട് അർത്ഥം വെച്ച് നോക്കി, നിങ്ങൾ ആകെ പണി പാടും. വിശ്വാസത്തിന് ഇപ്പൊ ഞാൻ ഈമാന്റെ പദം മാറ്റമൊക്കെ വിശ്വാസം ആക്കാൻ പോവാ. വിശ്വാസത്തിന് ഏതാണ്ട് 70 ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും താഴ്ന്ന വിശ്വാസം എന്ന് പറഞ്ഞാല് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക. എന്നിട്ടോ നാണം എന്ന് പറഞ്ഞത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് പറയുമ്പോ തന്നെ എന്തോ ഒരു ഇടങ്ങളില്ലേ? ആ ഈമാൻ എന്ന് പറഞ്ഞ വാക്കിന് നമ്മള് വിശ്വാസം എന്ന അർത്ഥം വെച്ചിട്ട് പറയുമ്പോ തന്നെ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നൂല? നാണമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഗിൽറ്റ് ഫീലിംഗ് ഒക്കെയാണോ? നമുക്ക് അള്ളാനെ ഫേസ് ചെയ്യാനുള്ള ഒരു നാണം? അല്ല, ഹയാ എന്ന് പറഞ്ഞത്, നാണം എന്ന് പറയുന്നത് നമ്മൾ ഔറത്ത് മറക്കുക എന്നുള്ളത്. ഔറത്ത് മറക്കരുത് ഒരു കോമ്പിനേഷൻ ഓഫ് മാനറിസം എല്ലാം കൂടിയാണോ അത്? എന്ത് ഈമാനാ? ആകെ മൊത്തം കൺഫ്യൂസ് ആയിപ്പോ. അത് നിങ്ങൾ ഒരു കാര്യം, ഇതൊക്കെ കുറച്ച് ഞാൻ കൺഫ്യൂഷൻ ആക്കും നിങ്ങളെ. നാളെ ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ പഠിച്ചിട്ട് ഈമാനെ കുറിച്ചുള്ള ആയത്തുകൾ എടുത്ത് നോക്കുക, അതിന്റെ അർത്ഥം വായിച്ചു നോക്കുക, എന്നിട്ട് അതിന്റെ തഫ്സീർ വായിച്ചു നോക്കുക. കുറച്ച് പണിയുണ്ട്. നിങ്ങൾ എന്നിട്ടൊക്കെ കാര്യങ്ങൾ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം, കേട്ടാ? ഓക്കെ, അതിനൊക്കെ ഞാൻ അടുത്ത ആയത്ത് കാലത്തുൽ അറാബു സൂറത്തുൽ ഹുജറാത്ത് ഇട്ടാ. ഹുജറാത്ത് 49ാമത് സൂറത്തിലെ 14ാമത്തെ ആയത്ത്. അപ്പൊ എഴുതിച്ചോളി 49:14 49:14. കാലത്തുൽ അറാബു ആമന്ന. അപ്പൊ എന്താണ്ടായത്? ബദുക്കൾ വന്നുകൊണ്ട് പ്രവാചകനോട് പറയാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു, വി ഹാവ് ബിലീവ്ഡ്. അപ്പൊ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് കുൽ, എന്താണ് പറയുക? എന്ത്? ലം തുഅ്മിനു, യു ഹാവ് നോട്ട് ബിലീവ്ഡ്. നിങ്ങൾ വിശ്വസിച്ചില്ല. ബദുക്കൾ വന്നുകൊണ്ട് പ്രവാചകനോട് ഏറ്റു പറയാണ് റസൂലുള്ളാഹ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വി ഹാവ് ബിലീവ്ഡ്, വി ഹാവ് ബിക്കം മുസ്ലിംസ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് തിരുത്തി കൊടുത്ത് പറയാണ് പറയണ്ട. ഓക്കെ, കുൽ പറയുക. ആരോട്? റസൂലുള്ളാഹ് പറയാം
ലം തുഅ്മിനു, യു ഹാവ് നോട്ട് ബിലീവ്ഡ്, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാക്കിൻ, പക്ഷേ ഖൂലു അസ്ലംന, നിങ്ങൾ പറയേണ്ടത് വിശ്വസിച്ചു എന്നല്ല, നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയാം. എന്താ കാരണം അറിയോ? അള്ളാഹ് പറയാണ് വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തേക്ക് വിശ്വാസം അല്ലെങ്കിൽ ഈമാൻ അങ്ങോട്ട് കടന്നിട്ടില്ല. അപ്പൊ എന്താണ്? ബതുക്കൾ ഓൾറെഡി അള്ളാഹു ഉണ്ട് എന്നും പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകനാന്നൊക്കെ വിശ്വാസമുണ്ട്. ആ വിശ്വാസം ആണ് അവർ പറഞ്ഞത്. പക്ഷെ അള്ളാഹ് പറയണത് പോരാ. ആ വിശ്വാസം വരണമെങ്കിൽ എന്താണ്? ഉള്ളിലേക്ക് കടന്നിട്ടില്ല, പുറമേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നതും നിങ്ങൾ നോമ്പ് നോക്കുന്നതും ഇതൊക്കെ ചെയ്യണതുകൊണ്ടാ. അതൊക്കെ നമ്മൾ ചെയ്യണ പണി അതാണ്. നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല. ആ വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മളെ കൊണ്ട് കുറെ അമലുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? അനുസരിച്ചു എന്ന് പറഞ്ഞ അസ്ലംന എന്നൊരു അള്ളാഹ് പറയാണ് മറ്റെന്താണ്? നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ ലാ യലിദ്കും മിൻ അമാലിക്കും ഷൈഅ, നിങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളും പാഴായി പോവുകയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് നിങ്ങളെ വിശ്വാസം ഓരോ കർമ്മങ്ങൾ ചെയ്യിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലമായി കൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ചലനം ഉണ്ടാവണം. അവിടെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി വളരണം. ആ സ്പിരിച്വാലിറ്റി, ആ ആത്മീയത നിങ്ങൾക്ക് അള്ളാഹുമായിട്ട് അടുപ്പിക്കണം. പറഞ്ഞ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഏതാണ്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഓർമ്മണ്ട? നമുക്ക് ഏത് വാക്കാണ്? ഇസ്തിഖാമ സംഭവിക്കണം, അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാവണം. നിസ്കാരം നോമ്പും കൊണ്ട് മാത്രം കാര്യമില്ല. നിസ്കാരം നോമ്പ് വേണം നമ്മൾ ആ പാതയിൽ നിലനിർത്താൻ. പക്ഷെ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാവണം, അള്ളാഹുലേക്ക് അടുക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കടക്കുകയുള്ളൂ. അതാണ് ഈമാൻ. അല്ലാതെ വെറും ഒരു ബിലീഫ് മാത്രമല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ്. അതിന് തത്തുല്യമായ ഒരു മലയാള പദം വേറെ ഇല്ല ഈമാൻ, അതുകൊണ്ടാണ്. പക്ഷേ ഈമാൻ പറഞ്ഞാൽ വിശ്വാസമല്ല, വെറും ഒരു വിശ്വാസമല്ല. നമ്മൾ മറ്റേ എന്താ ഇയാളാണെന്ന് ഞാൻ വിശ്വസിക്കണ പോലെ, അല്ലെങ്കിൽ വണ്ടിയാന്ന് ഞാൻ വിശ്വസിക്കണ പോലെ, ഇന്ന് ചൂടാന്ന് ഞാൻ വിശ്വസിക്കണ പോലെ, അങ്ങനത്തെ വിശ്വാസം അല്ലത്. ദിസ് നോട്ട് ദാറ്റ് ഈമാൻ. പൊങ്ങ് മനസ്സിലായില്ല ഏകദേശം? ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ വിശ്വാസം കൊണ്ടും നാവ് കൊണ്ടും മൂന്ന് പേരുണ്ടല്ലോ അല്ലെ? എങ്ങനെ? നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും മൂന്നും കൂടി ജോയിൻ ആണെന്നല്ലോ പറഞ്ഞു. യെസ്, എല്ലാം കൂടി ജോയിൻ ആണെന്ന് മാത്രമല്ല, അതുകൊണ്ടുണ്ടാവേണ്ട അനന്തര ഫലം പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുമായിട്ട് അടുക്കണം. യു ഷുഡ് ഫീൽ ക്ലോസ്നെസ് ടു അള്ളാഹ്. കാരണം നമ്മളുടെ എന്ത് പ്രവൃത്തിയും ഒന്നല്ലെങ്കിൽ നിങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കും, ഇല്ലെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് പുറകോട്ട് വലിപ്പിക്കും. ഈ രണ്ടാലൊന്ന് നിർബന്ധമായിട്ട് സംഭവിക്കും. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒന്നല്ലെങ്കിൽ ആ പ്രവൃത്തി മൂലം നിങ്ങൾ അള്ളാഹുമായിട്ട് അടുക്കും, ഇല്ലെങ്കിൽ ആ പ്രവൃത്തി മൂലം നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കും. ഓക്കെ. ഇനി മറ്റേ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഖുർആനോടുള്ള അപ്രോച്ച് വിഷയത്തിൽ. അപ്പൊ നമ്മൾ ഖുർആന് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ തഫ്സീറുകൾ, അതിൻ്റെ ഫിഖ് ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഖുർആനെ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഒരു ഭാഷപരമായിട്ടുള്ള ഒരു പഠനം നമ്മൾ നടത്തിയിട്ടില്ല. അവിടെയാണ് വാസ്തവത്തിൽ ഖുർആനിൻ്റെ ബ്യൂട്ടി കെടുക്കുന്നത്. ഓക്കെ. ഖുർആന് ഒരു വല്ലാത്ത ഒരു അള്ളാഹുവിൻ്റെ ഒരു മുഅ്ജിസ നമ്മൾ പറയും അല്ലേ, മിറാക്കിൾ എന്ന് പറയും നമ്മൾ അല്ലേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ മിറാക്കിൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ മിറാക്കിൾ, അള്ളാഹുവിൻ്റെ കറാമത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അദൃശ്യമായ സംഗതികൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ എന്തെന്നാ പറയാ മലയാളത്തിൽ നിന്ന് പറയാന് മിറാക്കിളിന്? നിങ്ങൾക്ക് ആർക്കും മലയാറില്ലേ? എന്നെ പോക്കങ്ങള് സാന്നിധ്യാണോ? അത്ഭുതം. യെസ്, അള്ളാഹുവിന്റെ അത്ഭുതമാണ് ഖുർആൻ എന്ന് പറയുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഖുർആൻ ഓതുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഏത് അത്ഭുതമാണ് നിങ്ങൾക്ക് ഏത് ആയത്തിലെ കിട്ടിയത്? ഒന്ന് പങ്കുവെച്ചേ.
ഏത് ആയത്ത് ഓതിയപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത് പടച്ചോനെ അള്ളാഹുവിന്റെ അത്ഭുതാട്ടം തോന്നിയത് എപ്പോഴാണ്? ആയത്തുൽ ആകാശത്തില് മുൽക്കിൽ ആയത്തുൽ കുർസി. സമീപാകാശത്തില് അതായത് ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പൊ ഒരു കുട്ടി കിണറ്റിൽ വീണ് വെച്ചോളി, പൊട്ട കിണറ്റില്, വെള്ളമില്ലാത്ത കിണറ്റില്, പാറുള്ള കിണറ്റില് വീണ്, പക്ഷെ ആ കുട്ടിക്ക് ഒരു കോറല് പോലും സംഭവിച്ചില്ല. എന്താ പറയാ? അള്ളാഹുവിന്റെ അത്ഭുതാട്ടാന്ന് പറയില്ലേ നമ്മള്, അല്ലെ? എന്നതുപോലെ ഖുർആന്റെ ഏത് ആയത്ത് ഓതിയപ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹിന്റെ അത്ഭുതാന്ന് തോന്നിയതാ? ആയത്തുൽ കുർസി. ആയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അത് കേൾക്കട്ടെ. ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഒരു പ്രൊട്ടക്ഷൻ. ഓക്കെ, പിന്നെ പിന്നെ അത് ചൊല്ലി ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു വിശ്വാസമാണ്, മരണം അല്ലാണ്ട് ഒന്നും സംഭവിക്കൂല, അള്ള കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാലേ ഈ മലക്ക് പോണവരും അങ്ങനെ പറയില്ലേ? അല്ലെങ്കിൽ ഗുരുവായൂർ പോണവരും പറയില്ലേ? ഹൈ, അല്ലെങ്കിൽ സ്റ്റേറിംഗിന്റെ മുകളിൽ ഞാൻ മന്ത്രിച്ചൂതിയ ഒരു കയറ് കിട്ടിയപ്പോ ഹൈ ഇതിലുള്ളതുകൊണ്ടാണ് വണ്ടി തട്ടാതൊക്കെ മുട്ടാതൊക്കെ പോയത്, ഹൈ ഭയങ്കര സംഗതി തോന്നലേക്ക്. അതെന്താ? മിറാക്കിൾ അതായത് ഇപ്പൊ ഞങ്ങള് See, my question is very simple. When did you ever feel that this ayah, it's a miracle? ഇത് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. I wouldn't say miracle, but ഞാൻ ചിലപ്പോ ട്രാവൽ ആലേക്കലിന്റെ കൂടെ ഓതുമ്പോ ഫബി അയ്യ അലാഹി റബ്ബിക്കുമാ തുകദ്ദിബ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ടല്ലോ. അപ്പൊ ഈ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോ എന്തൊക്കെയോ കാണുന്നുണ്ട്. സോ വാട്ട് മേക്സ് യു തിങ്ക് ദാറ്റ് ഹി ഈസ് നോട്ട് ദി ക്രിയേറ്റർ എന്നുള്ളത് തോന്നിച്ച വന്നു പോകും. ഓക്കെ, അതൊരു സംഗതിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഖുർആന്റെ ആയത്തുകളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി ബന്ധിപ്പിക്കുമ്പോ യു റിയലി ഫീൽ സംതിങ്. ഓക്കെ, അത് ഓക്കെ. ഓക്കെ, വേറെ ആരുള്ളത്? നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് സമീപാകാശത്തിലും പിന്നെ അവിടെ വിദൂരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് അതിൻ്റെതായ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത്. ഒന്നും കൈപൊക്കിയായിരുന്നു, ആരായിരുന്നു കൈപൊക്കിയായിരുന്നു? ആരാ അങ്ങനെന്താ പറയുന്നത്? കേട്ടില്ല. എന്നോടാണോ? നിങ്ങളിപ്പോ ലാസ്റ്റ് ജസീറന്നെ എന്തായാലും പറഞ്ഞത്? മുൽക്കില് സൂറ മുൽക്കില് പറയണ്ടല്ലോ സമീപാകാശത്ത് നക്ഷത്രങ്ങൾ നമ്മൾ കാണുന്നത്, അതുപോലെ ആകാശങ്ങളും ദൂരോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ, അത് നമ്മൾ അതിൻ്റെതായ ഉപകരണങ്ങൾ നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അത് പഠിച്ചോന്റെ വലിയ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് മനുഷ്യന്മാർ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കാണുമ്പോൾ അതിനപ്പുറത്തേക്കും വേറെയുണ്ട്, അതും നമുക്ക് കാണാൻ പറ്റാത്ത ദൂരത്തേക്കുണ്ട് എന്ന് പറയുമ്പോൾ വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ ഇനി ഇതുപോലത്തെ വല്ല അത്ഭുതങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ക്ലിപ്പ് ആയിട്ടോ പങ്കുവെക്കുക. ഓക്കെ, ഇനി നമ്മള് അടുത്ത ക്ലാസ്സിലേക്കുള്ള ജസ്റ്റ് ഒരു 2 മിനിറ്റ് ആമുഖം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖുർആനെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോണ സംഗതി 2 രൂപത്തിൽ പഠിക്കാം. ഒന്ന് മാക്രോ സ്റ്റഡി, രണ്ടാമത്തേത് മൈക്രോ സ്റ്റഡി. ഓക്കെ, എന്താ ഈ മൈക്രോ മാക്രോ എന്ന വ്യത്യാസം? എന്താ മൈക്രോ എന്ന് പറഞ്ഞാല്? സൂക്ഷ്മതലത്തിലുള്ള പഠനം, സൂക്ഷ്മമായിക്കൊണ്ട്, അതായത് സൂം ചെയ്ത്, അല്ലെ? മാക്രോ എന്ന് പറഞ്ഞാല് സൂക്ഷ്മതലത്തിലുള്ള, മാക്രോ എന്ന് പറഞ്ഞാല് ഒരു പുറത്തുനിന്നുള്ളൊരു വ്യൂ. ഓക്കെ, അതിപ്പോ ഏതുപോലെ എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പാർക്ക്, ഇപ്പോ എന്താണ് ബാംഗ്ലൂരത്തെ പാർക്കോ അല്ലെങ്കിൽ വൃന്ദാവൻ പാർക്ക് അല്ലെങ്കിൽ മലമ്പുഴ പാർക്ക്, ആ ഡാമിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വിശാലമായിട്ട് ഇങ്ങനെ കാണും. അതിനാണ് എന്ത് പറയാ, മാക്രോ എന്ന് കാണാം. പക്ഷെ ആ സമയത്ത് ഞാൻ ഡാമിന്റെ മുകളിൽ നിന്ന് കൊണ്ട് താഴത്ത് ഒരുപാട് പൂക്കൾ നട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് ചെമ്പരത്തി പൂവുണ്ട്, ഒരു ഭാഗത്ത് ജമന്തി പൂവുണ്ട്, അപ്പുറത്ത് റോസാപ്പൂ ഉണ്ട്. റോസാപ്പൂ തന്നെ പല ആദ്യ കളറുണ്ട്, പച്ച, ചുവപ്പ്, മഞ്ഞ, നീലൊക്കെ ഉണ്ട്. അതിലത്തെ ഞാൻ ഒരു റോസാപ്പൂവിനെ മാത്രം ഞാനിങ്ങനെ ചെയ്തിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ അതാണ് മൈക്രോ, സൂം ചെയ്തിട്ട്. അപ്പൊ ഖുർആൻ നമുക്ക് 2 രൂപത്തിലും പഠിക്കാം. ഒന്ന് മൈക്രോ ആയിട്ടും പഠിക്കാം, മാക്രോ ആയിട്ടും പഠിക്കാം. അപ്പൊ ഇക്കണ്ട കാലം വരെ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഒരു മാക്രോ രൂപത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ? എന്നാലോ കുറച്ച് നമുക്കൊരു മൈക്രോ രൂപത്തിൽ നമുക്ക് പോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് സൂറ,
എന്താണ് ആയത്ത്. ഓക്കെ, അപ്പോൾ അടുത്ത ഹോംവർക്ക് എന്താണ്? സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞോളെ. ഓക്കെ, അത് കൂടാതെ ഒരു റിവിഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. അത് ഞാൻ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യും, ടൈമും പോസ്റ്റ് ചെയ്യും. ആ ടൈം ആകുമ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് തുറക്കും. അതിൽ എത്രയും പെട്ടെന്ന് മറ്റേ ചോദ്യോത്തരങ്ങളാണ്, അത് മറ്റേ വൺ വേർഡ് ആൻസർ ആണ്, അത് മറ്റേ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ഗൂഗിൾ ഫോമിലായിരിക്കും. അത് നിങ്ങൾ വേഗം മറ്റേ ആൻസർ ചെയ്യുക. ഏറ്റവും കറക്റ്റ് ഉത്തരങ്ങൾ ഏറ്റവും വേഗത്തിൽ ആരാണോ ആൻസർ ചെയ്യുന്നത് അവർക്ക് നമുക്ക് എന്തെങ്കിലും സമ്മാനമൊക്കെ ഉണ്ടാവും. പേടിക്കേണ്ട, കുവൈറ്റിന്റെ പുറത്തുള്ളവർക്ക് നമ്മൾ മറ്റേ ആമസോൺ വഴി അയച്ചു തരും. കേട്ടാ? അപ്പൊ ഇൻഷാല്ലാ വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. വേറെ ഒന്നുമില്ല? ഗ്രൂപ്പിൽ ചോദിക്കാം ഡൗട്ട്. ഓക്കെ ഫൈൻ. ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.